വയനാടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കണക്ക് വിട്ടിട്ടുണ്ട് കോൺഗ്രസ് 5,38,00,000 ഒരു കണക്ക് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട് വയ്ക്കാൻ സ്ഥലമില്ല. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നത് സർക്കാരിനോട് വീട് വയ്ക്കാൻ സ്ഥലമുണ്ട്, വീട് വയ്ക്കാൻ പണമില്ല. വീട് വയ്ക്കാനുള്ള സ്ഥലം സർക്കാർ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് ഈ വൈകലിന് കാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യം. 2 ആപ്പിലൂടെ പിരിച്ചു, ഇനി പിരിവില്ല. പക്ഷേ വീട് വയ്ക്കാൻ പണമില്ല. 5 കോടിയെ സമാഹരിക്കാൻ കഴിഞ്ഞു. DYFI 20 കോടി പിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നേരായ കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കണമല്ലോ. അത് അദ്ദേഹം മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ വീട് വെക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തൊരു വിഷയമല്ല. ഗവൺമെൻറ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയിൽ എല്ലാ ഘട്ടത്തിലും വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. അത് ഇവിടെ വീടുകൾ നമ്മൾ ഒരു ടൗൺഷിപ്പായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നു, സ്ഥലമെടുക്കണം. അതിനുവേണ്ടി വീടുകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ വീടുകൾ ഓഫർ ചെയ്തു. 100 വീട് ഒരു കൂട്ടർ ഓഫർ ചെയ്യുന്നു, മറ്റൊരു കൂട്ടർ 100 വീട് ഓഫർ ചെയ്യുന്നു. അങ്ങനെ കുറേ വീടുകൾ ഓഫർ ചെയ്തു വന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഡിസ്കഷനാണ് എങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊരു എല്ലാവർക്കും വീട് കൊടുക്കുന്നത് നമ്മൾ ഒരേ തരത്തിലുള്ള വീടായിരിക്കണമല്ലോ. ഒരു വീട് നന്നായി, ഒരു വീട് ചെറുതായി, ഒരു വീടിന് മാറ്റം ഉണ്ടായി, അങ്ങനെ വരാൻ പാടില്ല. ഒരു ഏകരൂപം വേണമല്ലോ. അത് ശരിയാണ്. നമുക്ക് ഒരേ തരത്തിലുള്ള വീട് മതി എല്ലാവർക്കും. അപ്പോൾ അത് നല്ലത് സർക്കാർ തന്നെ നിർമ്മിക്കുന്നതാണ്. നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് പൈസ ഓരോരുത്തരും വീട് നിർമ്മിക്കുന്നതിന് അവരവരോ നിർമ്മിക്കുക എന്നുള്ളത് അത് വേണ്ട. പൊതുവെ ഒന്നിച്ച് തീരുമാനിച്ചാൽ മതി. അതിന് പൈസ വാങ്ങിയാൽ മതി. ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കുകയാണ്. പ്രതിപക്ഷത്താവടക്കം പൈസ തീരുമാനിച്ച് വാങ്ങാം. പൈസ എത്രയാണ് നിങ്ങൾ പറയണം എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു. ഇത് 1/1/2025 ആദ്യ ഒരു സർവകക്ഷി യോഗം കൂടുന്നു. പിന്നീട് സ്പോൺസർമാരുടെ 2 യോഗങ്ങൾ ചേരുന്നു. എന്നെല്ലാം മിനിറ്റ്സ് ഉണ്ട്. അന്ന് ഇതാണ് തീരുമാനം. അല്ല, ആ യോഗത്തിൽ മാത്രമല്ല, അതിന് പുറമേ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഡേറ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ലെന്ന് മാത്രം. ഞങ്ങൾ പ്രതിപക്ഷ നേതാവും പിന്നെ ഡെപ്യൂട്ടി നേതാവും പിന്നെ ഞാനും റവന്യൂ മിനിസ്റ്ററും എല്ലാം കൂടി ഇരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അന്നേ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇതാണ് ധാരണ. അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ?